ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ചെറിയച്ഛൻ്റെ മോളുടെ അരങ്ങേറ്റവും അതുപോലെ തന്നെ വലിയച്ഛൻ്റെ പേരക്കുട്ടിയുടെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുട്ടിയുടെ അരങ്ങേറ്റം. കുട്ടികളെന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കുട്ടികളല്ല, ഒരാൾ 8ാം ക്ലാസ്സിലും ഒരാൾ 10ാം ക്ലാസ്സിലേക്കുമാണ് ഇനി. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഗുരുവായൂർ വെക്കേഷൻ ഒന്ന് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇപ്പോൾ അവിടെ എത്തി കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഒരു 12:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂരിക്കാണല്ലോ പോകുന്നത്. ഹസ്ബൻഡ് സദ്യ മതിയായിരുന്നു, ഞങ്ങൾക്കൊന്നും ചോറ് വേണ്ട. അപ്പോൾ ഞങ്ങൾ നെയ് റോസ്റ്റ് വാങ്ങിച്ചു. മോന് പിന്നെ പൊറോട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ചൂട് നെയ് റോസ്റ്റും സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊരു പിടി പിടിച്ചു. അങ്ങനെ ഗുരുവായൂർ എത്തി. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൻ്റെ ഭാഗത്തോട്ട് പോയിട്ടാ. അതൊക്കെ നല്ല റഷാണ്, നല്ല ആളുകളാണ്. അപ്പോൾ പ്രോഗ്രാം തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോഗ്രാം തുടങ്ങിയിട്ട് കാണാം. ഇതാണ് നമ്മുടെ മോഹിനിയാട്ടം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ആ 2 തറ്റത്ത് നിൽക്കുന്ന 2 പേരാണ്. നടുക്കിലുള്ളവരെല്ലാം ഈ തറ്റത്തും ആ തറ്റത്തും നിൽക്കുന്നവരാണ് ഉള്ളത്. അപ്പോൾ അരങ്ങേറ്റം നല്ല തകൃതിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 4 കളിയുണ്ട്. അപ്പോൾ ലാസ്റ്റ് കളി ഇപ്പോൾ ടീച്ചർക്ക് 20 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ചിട്ടാണ് ടീച്ചർ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടിയൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ 20 കുട്ടികൾ ഒരുമിച്ചാണ് അരങ്ങേറ്റം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഓരോ ഗ്രൂപ്പായിട്ട് ഒരു കലാശക്കൊണ്ടാണ്. എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ എല്ലാ കുട്ടികൾക്കും മോഹിനിയാട്ടത്തിൽ ഭരതനാട്യത്തിൽ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് കളിച്ചതാണിത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങനെ എല്ലാവരും പോകുന്നു. അപ്പോൾ ഞങ്ങളിന്ന് പുറത്ത് അപ്പുറത്ത് തൊഴുതിട്ടുണ്ടായിരുന്നു. അവിടെ നടന്ന് തൊഴുതൊന്നുമല്ലാതെ ഞങ്ങൾ ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല. കാരണം ഇപ്പോൾ അടച്ചുപൂജയുള്ള സമയമായിരുന്നു. പിന്നെ മാത്രമല്ല നല്ല തിരക്കുമാണ്, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ കാര്യവും ഗുരുവായൂരും വന്ന് പോയി പുറത്തുനിന്നായാലും ഒന്ന് ജസ്റ്റ് വെക്കാൻ കണ്ടു. ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 6-6:30 മണിയൊക്കെ ഒരു സമയത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എടുത്തുള്ള കട്ടുകടയൊക്കെ നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ നല്ല മഴയായപ്പോൾ ഞങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. ഞങ്ങൾ ഇവിടുന്ന് ചായയും പലഹാരവും ഒക്കെ വാങ്ങിച്ചിട്ട് കാർന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ഒരു കാടമുട്ടേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും മനസ്സിൽ ചിരിയാ വരുന്നത് എഡിറ്റ് ചെയ്യുമ്പോഴും അതിന് 4 എണ്ണത്തിന് 30 രൂപ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് കട്ട്ലേറ്റും അതുപോലെ തന്നെ സമൂസ, ഹസ്ബൻഡിന് പഴംപൊരി ആയിരുന്നു, സാൻഡ്വിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പഴംപൊരി ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിന് പഴംപൊരി മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചു. പിന്നെ നല്ല ചൂട് ചായയും പലഹാരമൊക്കെ ആയിട്ട് ഞങ്ങൾ കാറിന്ന് വൈപ്പടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴയും അതുപോലെ തന്നെ ചൂട് ചായയും നല്ല ചൂടുള്ള പൊരിക്കടികളൊക്കെ ആയിട്ട് ഞങ്ങൾ അടിപൊളി. പിന്നെ ഒരു 8-9 മണിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുഴിമന്തി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് വന്നവരെല്ലാവരും അവരവരുടെ വണ്ടിയിലാണ് വന്നതെങ്കിലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കില്ലെന്ന് വെച്ചപ്പോൾ അവരും ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ ചിക്കൻ കുഴിമന്തിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. കലാശക്കൊട്ടായി എല്ലാവരും അങ്ങോട്ടും കൂടെ ആയിട്ട് ബാക്കിയുള്ളതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ കൈ കഴുകാൻ വേണ്ടിയിട്ട് വാഷ്റൂം ഒരു മിററും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതന്നെയാണല്ലോ പരിപാടി. അങ്ങനെ പതിവ് പോലെ ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടക്കായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ആ കുട്ടികളുടെ ആരെങ്കിലും കഴിഞ്ഞ കുട്ടികളുടെ ഫോട്ടോസും ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യാം ഇതിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലവ് യു ഓൾ, ബൈ.